ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ഗ്ലാസ് റവ വറുക്കാനെടുത്തിട്ടുണ്ട്. വറുത്ത റവയിൽ നമ്മളൊന്ന് വറക്കണത് നല്ലതാണ്. അപ്പോൾ വറുത്തെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒരു ഇളം ഒരു ചുവപ്പെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ കളറൊക്കെ മാറിയിട്ടൊരു റോസ് കളറാണുണ്ടാവും. അപ്പോൾ നമുക്കെടുത്ത് മാറ്റാം. പിന്നെ ആ ചീഞ്ചട്ടിയിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ്, അതുപോലെ പൊട്ടുകടല, കപ്പലണ്ടി, പിന്നെ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറുത്ത മുന്തിരി കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തന്നെ നമുക്ക് സവോള ഇട്ട് കൊടുക്കട്ടെ. ഒരു 2 ചെറിയ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതായിരുന്നത്. ഒരു മീഡിയം ടൈപ്പ് വലുപ്പമുള്ള 2 സവോള. അതായത് വരുമ്പോൾ ഒരു 4 പച്ചമുളക്, വേപ്പില, ഒരു നുള്ള് ഇഞ്ചി ഇട്ട് കൊടുക്കുക. സ്വല്പം മതി, ഇത് മണത്തിന് വേണ്ടി മാത്രം. കുറേ ഇഞ്ചി കടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചെറിയ അത് നന്നായി പച്ചമണം പോണ വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ സവോള ഒന്ന് വേഗമായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പുമാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഉപ്പുമാവ്, ഇപ്പോൾ ഞാനത് വറ്റൽമുളകാണ് കേട്ടോ ഒരു 4 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ എരിവൊക്കെ ആകുമ്പോൾ ഉപ്പുമാവിന് ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് കൊടുത്തേക്കാം. അപ്പോൾ അതിലത്തെ ആ എരിവൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു 2 ക്യാരറ്റ് ചെറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ചീവി എടുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെല്ലുമ്പോഴാണ് ഉപ്പുമാവ് ഒരു ഹെൽത്തി ഉപ്പുമാവായിട്ട് മാറുന്നത്. അപ്പോൾ ഞാൻ കുറേ നെയ്യ് ചേർക്കുന്നത് നല്ല കേട്ടോ. അപ്പോൾ ഒരു 1 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയത്. അതുപോലെ ഈ നട്ട്സൊക്കെ കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ അതൊക്കെ അവർ വെറുതെ കഴിക്കാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല എല്ലാ നട്ട്സും. അത് ടേസ്റ്റുള്ളത് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതൊക്കെ അതിൽ പെട്ടോളും. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ഉപ്പ് ഓൾറെഡി നമ്മൾ ഇട്ടതാണ്. ഈ വറുത്ത് വെച്ച ഉപ്പുമാവ് റവ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഗോതമ്പ് നുറുക്ക അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇങ്ങനെയൊക്കെ കുട്ടികൾ കഴിക്കുമ്പോൾ അവർക്ക് ഇതൊക്കെ ചെല്ലുമല്ലേ, നമ്മൾ സാധാ ഉണ്ടാക്കുന്ന. പിന്നെ ടേസ്റ്റ് കൂടുതലാണ്, അപ്പോൾ അവർ കഴിച്ചോളും. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ട് അതിലൊന്ന് സ്വല്പം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും അയ്യാനാണ് നമ്മൾ ഈ ഇലകളൊക്കെ നന്നായി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇലകളൊക്കെ ചേർക്കാനെന്നുള്ളത്. പക്ഷെ ചേർത്താൽ നല്ലതാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളത് മാറ്റി വയ്ക്കുക. ഇനി അതിൻ്റെ കൂട്ടിനായിട്ട് നമുക്ക് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കാം. അപ്പോൾ 2 അച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഴം മുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആവും ഇന്നത്തെ. കുട്ടികൾ കഴിക്കുകയും ചെയ്തോളൂ. ഈ പുഴുങ്ങിയ പഴമൊക്കെ നല്ല ഇഷ്ടമാവും കുട്ടികൾക്ക്. ശർക്കര ഇട്ട് പുഴുങ്ങാൻ അതിൽ മധുരമുള്ള കാരണം അവർ കഴിച്ചോളൂ. ഇത്തിരി പഴം കൂടുതലായി ഞാനെടുത്തു. അപ്പോൾ അത് പുഴുങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഉപ്പുമാവും പഴവും കഴിക്കാം. നിങ്ങളൊക്കെ